കേരളത്തിലെ എല്ലാ തൊഴിൽ പ്രശ്നങ്ങളും അദ്ദേഹവുമായി ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന പുതിയ സാഹചര്യം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജീവനക്കാരെയൊക്കെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ പുറത്താക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് വിശദീകരിച്ചു. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സോഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ചും ജോബ് സെക്യൂരിറ്റിയെക്കുറിച്ചും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി. തുടർന്നുള്ള ചർച്ചകൾ 20-ാം തീയതി നടത്തുന്ന ചർച്ചയെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും. ഇത് പല സ്ഥലങ്ങളിലും നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഇടപെടൽ അദ്ദേഹം വളരെ കാര്യമായിട്ട് കാണുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ഡേഷൻ അറിയിക്കാൻ പറഞ്ഞു. അതിനുശേഷം കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അത് ഇപ്പോൾ ഈ പർട്ടിക്കുലർ നമ്മൾ ആദ്യം ഉണ്ടായത് കോറോ ഹെൽത്തിൻ്റെതാണല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ കേരളത്തിൽ 2 സെൻറ്റേഴ്സും അതുപോലെ രാജ്യത്ത് പല ഭാഗത്തും സെൻറ്റേഴ്സും ഉണ്ട്. ഇനിയിപ്പോൾ അവർക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞങ്ങളത് ആ ചർച്ചയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അത് തന്നെ ഇന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. അതായത് മറ്റ് സെൻറ്റേഴ്സിൽ മാറ്റുകയാണെങ്കിൽ കുറേശ്ശെ ലാസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്നതാണല്ലോ ഈ മേഖലയിലുള്ള രീതി. അതനുസരിച്ച് കുറച്ചുപേരെ മറ്റ് സെൻറ്റേഴ്സിൽ നിന്ന് മാറ്റിക്കൂടെ എന്നുള്ള ചോദ്യം അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞു ഞങ്ങൾ അത് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് ജോലി കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണം. തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ ഇടപെടുമെന്ന് അദ്ദേഹം അറിയിച്ചു. നമ്മുടെ സെക്കൻഡ് ചർച്ച ഉണ്ടല്ലോ, 20th അവർ അഷ്വർ ചെയ്തിരിക്കുന്ന ചർച്ച. അതിനുശേഷം വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ചർച്ച നടത്തും. തീർച്ചയായും ആ ആശങ്കകളൊക്കെ അപ്പോൾ അത് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്ന പദ്ധതി ശരിയെന്നാണല്ലോ. പക്ഷേ കേരളത്തിൻ്റെ അപ്രിഹെൻഷൻ ഞങ്ങളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അതുപോലെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മൾ ഗിഗ് വർക്കേഴ്സിനും അതുപോലെ പ്ലാന്റേഷൻ വർക്കേഴ്സിനും ലയങ്ങളൊക്കെ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ്. ESI കോർപ്പറേഷൻ ആണെങ്കിൽ ചില ആശുപത്രികളൊക്കെ വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഉള്ളത്. മൊബൈൽ വാനുകളില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി ആ കാര്യങ്ങളെല്ലാം ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകുകയുണ്ടായി. അത് നെക്സ്റ്റ് വരുമ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് വരും. തീർച്ചയായും അങ്ങേയറ്റം ദുഃഖകരമായ നിർഭാഗ്യകരമായൊരു സംഭവമായിപ്പോയി. ആ മരണം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയ മുറിവുകൾ വളരെ വലുതാണ്. എത്ര ക്രൂരമായും പൈശാചികമാണ് ആ കുഞ്ഞിനെ കൊന്നത്. സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടപടികൾ നീക്കുന്നുണ്ട്.